RJ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ കാരാപ്പുഴ ഡാമും അതിൻ്റെ അഡ്വഞ്ചർ പാർക്ക്, ഗാർഡൻ എന്നിവയെല്ലാമാണ്. ആയതിലേക്ക് ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അങ്ങനെ ഞാൻ കാരാപ്പുഴ ഡാമിലേക്കുള്ള ബസ്സിലാണ് ഇപ്പോൾ. അതിമനോഹരമായ, യാതൊരു അതിശയോക്തിയല്ല, എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയല്ല, വയനാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് ഈ യാത്ര. ഇത് കുട്ടനാടല്ല, കൊമരകമല്ല, പാലക്കാട് ജില്ലയല്ല. ഇത്രയും നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശത്ത് ഇതുപോലെ എല്ലാ കൃഷികളും ഉള്ള ഒരു സ്ഥലം ഒരുപക്ഷെ ലോകത്തിലെങ്ങും കാണില്ല. ഇതെല്ലാം നെൽവയലുകളാണ്, നല്ല പച്ച പുതച്ച നെൽവയലുകൾ. അതിന് അല്ലെ കിലോമീറ്ററുകൾ ദൂരെ മലനിരകൾ, അതിൻ്റെ ഇടയ്ക്കായിട്ട് കരഭൂമിയുണ്ട്. അവിടെ തെങ്ങ്, കവുങ്ങ്, വാഴ, പ്ലാവ്, അങ്ങനെ എല്ലാ കൃഷികളും, ഇഞ്ചി, നമ്മൾ സാധാരണ കാണാത്ത, അല്ല പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ, ഞാനൊരു കോട്ടയംകാരനായതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു മഞ്ഞൾ കൃഷിയും ഇഞ്ചി കൃഷി, അതെല്ലാം ഇവിടെയുണ്ട്. പോരാത്തതിന് തേയില, കാപ്പി, ഏലം, വ്യത്യസ്തമായ കാഴ്ചകൾ, അതുപോലെ കനാലുകൾ, തോടുകൾ ഒക്കെ ഇവിടെ നല്ല നിറഞ്ഞൊഴുകുന്ന, അങ്ങനെ വലിയ പോളയോ പായലോ ഒന്നും ഇല്ലാതെ. ഇത് കൽപ്പറ്റയിൽ നിന്നും 20 കിലോമീറ്ററാണ് കാരാപ്പുഴ ഡാമിലേക്കുള്ള ദൂരം. സുൽത്താൻ ബത്തേരിയിൽ നിന്നും 25 കിലോമീറ്ററും. ഇത് NH 212 212 കാക്കവയൽ എന്ന ജംഗ്ഷനിൽ നിന്നും 8 കിലോമീറ്ററാണ് കാരാപ്പുഴ ഡാമിലേക്ക്. ഇവിടെയൊക്കെ അതിമനോഹരമായ ആരാധനാലയങ്ങളുണ്ട്. അതിൻ്റെ പ്രിമിസസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പ്രകൃതി ഭംഗിക്കൊപ്പം. അങ്ങനെ നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ എത്തി. ഇത് 63 കിലോമീറ്ററാണ് ഇതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ. ഇവിടെ ഇപ്പം വലിയ മഴയില്ലാത്തതുകൊണ്ട് വെള്ളം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയോട് ചേർന്ന് വരെ വരുമെന്ന് ഈ ബസ്സിലെ യാത്രക്കാരിൽ നിന്ന് അറിയാൻ സാധിച്ചു. ഈ കാണുന്നതാണ് അക്വാഡക്റ്റ്. ഡാമിൽ നിന്നും വെള്ളം കനാലുകളിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ജലപാതയാണ്. അതുമൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കണ്ടുപോകാൻ സാധിക്കും. ഇവിടെ അടുത്തുള്ള മറ്റൊരു ടൂറിസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് അമ്പുകുത്തിമലയാണ്, അല്ലെങ്കിൽ എടയ്ക്കൽ ഗുഹ. അത് നമ്മുടെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ധാരാളം ആൾക്കാർ കണ്ടു. കാരാപ്പുഴ ഡാമിൻ്റെ മുമ്പിൽ എത്തി. അതിൻ്റെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഇനി ഇവിടുത്തെ റേറ്റുകളും കാര്യങ്ങളുമാണ്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. ഇവിടെ ധാരാളം റൈഡ്സ്, ആക്ടിവിറ്റീസ് ഉണ്ട്. റൈഡ്സ്, സിപ്പ് ലൈൻ, നല്ല അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട്, ജയൻറ്റ് സ്വിങ്. അങ്ങനെ നമുക്ക് ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഇത് ഇവരെഴുതി വച്ചിരിക്കുന്ന കേരളാസ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എന്നാണ്. ഇത് ഗൾഫല്ല, നമ്മുടെ സ്വന്തം വയനാട്ടിലെ കാരാപ്പുഴ ഡാം. ഈ നേരെ ഇടതുവശത്ത് താഴെ കാണുന്നതാണ് സിപ്പ് ലൈൻ്റെ എൻട്രൻസ് ടിക്കറ്റൊക്കെ ലഭിക്കുന്നതും. ഇവിടെ നിന്ന് നമ്മൾ 380 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ ജീപ്പിൽ നമ്മളെ ഈ ഡാമിൻ്റെ മറുകരയിലാണ് സിപ്പ് ലൈൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അവിടെ എത്തിക്കും. അവിടെ നിന്നാണ് നമ്മൾ സിപ്പ് ലൈനിലേക്ക് കയറുന്നത്. ഈ ഗാർഡനൊക്കെ ആണെങ്കിലും നല്ല ബഫല്ലോ ഗ്രാസൊക്കെ പിടിപ്പിച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ധാരാളം പൂച്ചെടികൾ ഇവിടെയുണ്ട്. ഓപ്പൺ എയർ തിയേറ്ററുണ്ട്. ഇവിടെ അവരുടെ അനുവാദത്തോടെ, അല്ലെ അനുവാദം എടുത്താൽ നമുക്ക് പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാം. ഒരു ഡാമും പരിസരവും എങ്ങനെ സഞ്ചാരികൾക്ക് പ്രിയങ്കരമാക്കാമെന്നുള്ളത് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇടുക്കിയിലൊക്കെ ധാരാളം ഡാമുകളുണ്ട്, പക്ഷേ അവിടെയൊന്നും പ്രവേശനം സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നമുക്ക് സാധിക്കുന്നില്ല. അതുമൊക്കെ ഇതുപോലെ ആക്കിയെടുത്താൽ നമ്മുടെ നാട്ടുകാർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ഒരു നല്ല വരുമാനം
നാട്ടിലെ ജനങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇവിടെയൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഫോട്ടോഷൂട്ടാണ്. ഇത് ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല. നല്ല തീക്കനലിന് തുല്യമായ പൂക്കൾ. അത് നമ്മുടെ പടവലം പന്തലോ അല്ലെ പാവയ്ക്കായൊക്കെ നമ്മുടെ നാട്ടിൽ ഇട്ടിരിക്കുന്നത് പോലെ അവർ ഇട്ടിട്ടുണ്ട്. അതിമനോഹരമാണ്. നല്ല തീജ്വാല പോലെ. ഒരു ആംഫി തിയേറ്റർ ഉണ്ട് ഇവിടെ. അതുമെല്ലാം വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പം ക്ഷീണിച്ച് വരുന്ന സഞ്ചാരികൾക്ക് ഒരു പത്രം ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. വയനാടിൻ്റെ കുളിർക്കാറ്റേറ്റ് ഡാമിൽ നിന്നുള്ള ശാന്തമായ കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങാൻ സാധിക്കും. ഇത് ട്രംബോളിൻ പാർക്ക്. ഇത് നമ്മൾ അഡീഷണലായിട്ട് കാശ് കൊടുത്ത് കയറേണ്ടതാണ്. ഇത് കൊച്ചു കുട്ടികൾക്കുള്ളതാണ്. അവരൊന്ന് ചാടിയാൽ മതി, ബാക്കി ഇത് ചാടിച്ചോളും. ഇത് പഴയ തലമുറയുടെ കാലത്തെ ഒരു സൂപ്പർ ചെടിയാണ്. സീനിയ എന്ന് പറയും. അതിൻ്റെ ധാരാളം കളറുകൾ, ഒത്തിരി കളറുകളുണ്ട്. അതിനകത്തും ന്യൂ ജനറേഷൻ ചെടികളും ഒക്കെ അവർ സൈഡിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ഒരു മരം ഉണ്ട്. അതൊക്കെ ന്യൂ ജനറേഷനാണ്, പണ്ട് കാലത്ത് കണ്ടിട്ടില്ല. നല്ലതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നിർമ്മിതികൾ നല്ല ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ചിൽഡ്രൻസ് പാർക്കാണ്. ഇവിടെയൊക്കെ ഈ നമ്മുടെ എൻട്രൻസ് ഫീക്കകത്തുള്ളതാണ് ഇതൊക്കെ. ട്രംബോളിംഗ് പാർക്ക്, സിപ്പ് ലൈന് അങ്ങനെയുള്ളതെല്ലാം ജയൻറ്റ് സ്വിങ് എല്ലാം എക്സ്ട്രാ കാശ് കൊടുത്ത് കയറേണ്ടതാണ്. നല്ല പൂച്ചെടികൾ, ജമന്തിയും അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ആയിരുന്നു. ഇതൊരു വ്യത്യസ്തമായ ചെടിയാണ്. ഇവർ അരബിത്തി പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ ചേമ്പലയിൽ വെള്ളം തളിച്ച പോലെയാണ് നിൽക്കുന്നത്. ഇതാണ് സിപ്പ് ലൈൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ്. ഇത് നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓഫ് സീസൺ ആയിട്ടാണെന്ന് തോന്നുന്നു. ഈ പൂക്കളെല്ലാം കരിഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിമനോഹരമായ ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ജയൻറ്റ് സ്വിങ് അവർ എഴുതി വച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ജയൻറ്റ് സ്വിങ് എന്നാണ്. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ അവരുടെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് കാണാൻ സാധിച്ചില്ല. ഇവിടെ 40 കിലോയിൽ താഴെയുള്ളവരെ ഇവർ കയറ്റത്തില്ല. ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാ സേഫ്റ്റി മെഷേഴ്സും പാലിച്ചുകൊണ്ടാണത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ സമയത്ത് ഡാം കാണാനായിട്ട് പോയി. അന്നേരം അവിടെ ഒരു സുന്ദരി കുട്ടി ഡാൻസൊക്കെ ചെയ്ത് വരികയായിരുന്നു. എന്നാൽ ക്യാമറ കണ്ടപ്പോൾ അതിന് നാണം വന്നു. അതുകൊണ്ട് ഡാൻസ് നിർത്തി. തൊട്ടുപുറകെ പട്ടികൾ വരുന്നുണ്ട്. അങ്ങനെ പട്ടികളും കുട്ടികളും എല്ലാം ഇവിടെ ആർത്തുല്ലസിക്കുകയാണ്. ഇവരുടെ സേവനവും ഉണ്ട് ഇവിടെ. പട്ടികൾ ധാരാളം ഉണ്ട്. സഞ്ചാരികളുടെ നിന്നൊക്കെ ഭക്ഷണം അടിക്കാനായിരിക്കും. പക്ഷേ ഈ ഭാഗത്തൊക്കെ നിന്നാൽ നമുക്ക് ഡാമിൻ്റെ റിസർവോയർ അല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗി അത്ര സുഖകരമല്ല. പക്ഷേ നമ്മൾ മറുകരയിൽ ചെന്ന് കഴിയുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചയാണ്. അതിമനോഹരമാണ്. ഇവിടം കൊണ്ട് ഇവർ ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം പലരും അവിടെ ഡാമിൻ്റെ ഷട്ടറിൻ്റെ അവിടെയൊക്കെ പോയി സൂയിസൈഡ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ സഞ്ചാരികളെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇതാണ് ജയൻറ്റ് സ്വിങ്. വലിയൊരു ഊഞ്ഞാല്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അതുപോലെ വാച്ച് ടവർ നമ്മുടെ തിരുവനന്തപുരത്തെ ഇന്ത്യൻ കോഫി ഹൗസ് പോലെയാണ്. ചുറ്റി കയറണം. അങ്ങനെ ഞാനും അതിൻ്റെ മുകളിലേക്കുള്ള യാത്രയിലാണ്. ഇടയ്ക്കിടയ്ക്ക് കിളിവാതിലുകളുണ്ട്. ഇപ്പം നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ എവിടെയാണ് എന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് നിരീക്ഷിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്കൂൾ സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് ഐറ്റമാണിത്. ഇതിൻ്റെ മുകളിൽ നിന്നാൽ നമുക്കെല്ലാ ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാഴ്ചകളും ലഭ്യമാണ്. അങ്ങനെ ഞാൻ ടോപ്പിലെത്തി. അപ്പോൾ ധാരാളം കാഴ്ചക്കാർ അവിടെ ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ജയൻറ്റ് സ്വിങ് ഒക്കെ നമുക്ക് നല്ലതായിട്ട് കാണാം. അത് സ്റ്റാർട്ട് ചെയ്തു. 2-3 പേരിപ്പോൾ അതിൽ
കയറിയിട്ടുണ്ട്. ഞാൻ താഴെ ചെന്ന് അതിൻ്റെ കുറച്ചുകൂടെ വിശദമായതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലെ കൂടാരം, അങ്ങനെ 3 പേരെ അവർ അതിൽ കയറ്റിക്കൊണ്ട് മോട്ടറിൻ്റെ സഹായത്തോടെ ഇത് വലിച്ചു പൊക്കുവാണ് ഇവരെ ഈ ടോപ്പിൽ കൊണ്ടുവന്നിട്ട് ഒരു 3 നില അല്ലെ 4 നിലയുടെ ഹൈറ്റിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അതിൻ്റെ കണക്ഷൻ വിടും. ചിലർ കരയും, ചിലർ കൂവും, ചിലർ കാറും. ഇത് ഏറ്റവും രസം താഴെ നിന്ന് കൊച്ചു പിള്ളേരാണ് ഇത് ഏറ്റവും മൂപ്പിക്കുന്നത്. ഇതാണ്ട് വിട്ടു. ഇവർ അലമുറയിട്ടാണ് ചിലർ, പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഇതിലിരിക്കുന്നത്. അവിടെ നിന്ന് ചിലരുടെ കമൻറ്റ് കേട്ടു, കാശും കൊടുത്തേച്ച് കരയാൻ പോവാന്ന്. അപ്പം ധാരാളം പേര് അതിൽ കയറാനായിട്ടുണ്ട്. അടുത്ത ഗ്രൂപ്പ് കയറി. ഇത് പണ്ട് ഒരു ചെറിയ ജീപ്പിൽ കെട്ടിവലിച്ചായിരുന്നു ഈ നമ്മൾ മരുഭൂമിയിലൊക്കെ അല്ലെ ദുബായിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ജീപ്പിൽ കെട്ടിവലിച്ചായിരുന്നു. ഇപ്പോൾ അത് മാറ്റി മോട്ടോർ സംവിധാനമാക്കി പുതിയ നിർമ്മിതികളും പുതിയ ഐറ്റംസും ഒക്കെ വരുന്നുണ്ട്. ഇത് പിള്ളേർക്കുള്ള ഒരു ഐറ്റമാണ്. ഇത് തന്നെ വലിയവർക്കുള്ളതുമുണ്ട്. ഇതെല്ലാം മോട്ടറിൻ്റെ സഹായത്തോടെ ഇവരെ ഉയർത്തുകയും അത് ചാടിക്കളിച്ച് കുറേ സമയം അവർക്കവിടെ ചിലവഴിക്കാൻ സാധിക്കും. നല്ല പൂച്ചെടികളൊക്കെ വ്യത്യസ്തമായത് ഇവിടെയുണ്ട്. അങ്ങനെ ഞാൻ രണ്ടാമത് ജയന്റ് സിംഗിൻ്റെ അവിടെ വന്നു. അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോഴും 3 പേരുണ്ട്. 3 പേർക്കാണ് ഇതിൽ യാത്ര ചെയ്യാൻ മാക്സിമം സൗകര്യം. അവരെ വലിച്ചുയർത്തുവാണ് അത്യുന്നതങ്ങളിലേക്ക്. അവരവിടെ ചെന്ന് സിഗ്നലൊക്കെ കൊടുത്ത് വിസിലൊക്കെ കൊടുത്ത ശേഷമാണ് വിടുന്നത്. നല്ലതായിട്ട് സേഫ്റ്റി ബെൽറ്റ്സ് എല്ലാം ഇട്ട് മുറുക്കിയ ശേഷമാണ് ഇവരെ വിടുന്നത് താഴേക്ക്. ഇവരുടെ സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ ഒക്കെയാണ് താഴെ നിൽക്കുന്നത്. അവർ മിക്കവാറും എല്ലാവരും വീഡിയോ എടുപ്പാണ് ഈ സമയത്ത് ചെയ്യുന്നത്. ഇവർ പ്ലാറ്റ്ഫോം വലിച്ചിട്ട് അതിലാണ് ഇവരെ കയറ്റി നിർത്തിയാണ് കയറ്റുന്നതും ഇറക്കുന്നതും. അതിനെല്ലാം ജോലിക്കാരുണ്ട്. അടുത്ത ഗ്രൂപ്പ് കയറുന്നു. ഇവർ 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് 2 അറ്റത്തായിട്ടാണ് ഇരുത്തിയത്. ഇതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിരിക്കും. അങ്ങനെ പ്ലാറ്റ്ഫോം മാറ്റി അവരെ വലിച്ചു കയറ്റുവാണ് മുകളിലേക്ക്. നമ്മൾ കപ്പിയും കയറും ഇട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് പോലെ. പണ്ടിത് ഞാൻ മുമ്പ് ഒന്ന് സൂചിപ്പിച്ചു ജീപ്പിലായിരുന്നു. ഇപ്പോൾ ഇത് മോട്ടറിൻ്റെ സഹായത്തോടെയാണ്. ഇതാണ് സിപ്പ് ലൈൻ. ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്, നമ്മളിതിൽ കയറുന്നുണ്ട്. ആ വീഡിയോ ഇതിനകത്ത് തന്നെ ഉണ്ട്. 2 കേബിൾസാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് വലിച്ചുകൊണ്ട് വരുവാണ്. ഇത് പലതും ഇതുപോലെ 3/4 ഭാഗത്തൊക്കെ വന്ന് നിന്ന് പോകുന്നുണ്ട്. ഞാനും പെട്ടുപോയി. ഞാനും അതിൻ്റെ ഇത് 1 കിലോമീറ്ററാണ് അവർ നീളം പറയുന്നത്. പക്ഷെ ഞാൻ 3/4 കിലോമീറ്റർ ആയപ്പോൾ ഞാൻ എൻ്റെ ഇത് നിന്നുപോയി. പിന്നെ ഇവരിവിടുന്ന് വട എറിഞ്ഞതെന്നാണ് എന്നെ ഇവിടെ കരയ്ക്ക് എത്തിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ വലിയവർക്കുള്ള സ്വിങ്. അതുപോലെ ചെമ്പരത്തിപ്പൂവിൻ്റെ ധാരാളം കളറുകൾ ഇവിടെയുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായതാണ്. ഈ പൂവിൻ്റെ പേരറിയില്ല. ധാരാളം ജീവനക്കാരുണ്ട് ഇവിടെ. ചെടിയിലൊക്കെ ധാരാളം രൂപങ്ങൾ മൃഗങ്ങളുടെയും വള്ളത്തിൻ്റെയും ഒക്കെ വെട്ടി ഒരുക്കിയിട്ടുണ്ട്. കാരാപ്പുഴ ഡാമെന്നൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്തോ ഒരു പച്ചമരുന്നാണ്.
അതുപോലെ റോസിൻ്റെ നല്ലൊരു കളക്ഷനുണ്ട്. പക്ഷേ ഓഫ് സീസൺ ആയിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂക്കൾ കുറവാണ്. പക്ഷെ ധാരാളം റോസ് ചെടികളുണ്ട്. ഇവിടെയൊക്കെ പരിസ്ഥിതിക്കൂടെ നല്ല പ്രാധാന്യം കൊടുത്താണ്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു 10,000 ടൂറിസ്റ്റുകൾ വന്നാലും സുഖമായിട്ട് അവർക്ക് എല്ലാവർക്കും ചിലവഴിക്കാനുള്ള സ്ഥലം സൗകര്യങ്ങളുണ്ട്. ഇത് മെലസ്റ്റോമ, അത് ഇവിടെ ആയതുകൊണ്ടാണ് ഇതിന് ഈ കളറും അത്രയും നല്ല പച്ചപ്പും. ഇവിടെയൊക്കെ ടെറക്കോട്ടയിൽ നല്ലതായിട്ട് കേരളമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആനയുടെയും അതുപോലെ വയനാട്ടിലെ പല വേഴാമ്പലമുണ്ട്, ചിലതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. നെൽക്കതിര്, ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ ഒരു പത്രം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാം. ഇതാണ് ആംഫി തിയേറ്റർ. യാത്രാക്ഷീണമൊക്കെ ഒഴിവാക്കാം. ഇതൊന്നും നടന്ന് കാണാൻ ആരോഗ്യം കുറവുള്ളവർക്ക്. ഇവിടെ ഒരു ഏറുമാടം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതുപോലെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്, കുടിവെള്ളമുണ്ട്. ഇനി ഇതൊന്നും പോരാത്തതിന് ഫ്രീ വൈഫൈയും ഉണ്ട്. മുളച്ചങ്ങാടമുണ്ട്. അത്യാവശ്യം വയനാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവ് കിട്ടുന്ന കാഴ്ചകളാണ് ഈ ടെറാക്കോട്ടയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഇനിയും സിപ്പ് ലൈനിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് ഹോട്ടൽസൊക്കെ ഉണ്ട്. നമുക്ക് ഭക്ഷണ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ അവിടെ നിന്നാണ് കഴിച്ചത്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇറങ്ങുന്നിടത്ത് തന്നെയുണ്ട്. അങ്ങനെ കേരളാസ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈനിൻ്റെ എൻട്രി ടിക്കറ്റ് ലഭിക്കുന്നിടത്തേക്ക് വന്നു. ഇവരുടെ എല്ലാ ഇതിൻ്റെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ജയൻറ്റ് സ്വിങ്ങിന് 280 രൂപ, സിപ്പ് ലൈനിന് 390 രൂപ. അത് ഡാം ടൂർ ഇൻക്ലൂഡഡ് ആണ്. ജീപ്പിൽ നമ്മളെ അക്കരയ്ക്ക് 1 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി ആണ് സിപ്പ് ലൈനിൽ കയറ്റി വിടുന്നത്. ഇവിടെ ഹെൽമറ്റും സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് നമ്മളെ ഇടിയിച്ചാണ് അവർ അങ്ങോട്ടേക്ക് വിടുന്നത്. ഇത് വയനാട് വരുന്നവർ മിസ് ചെയ്യരുത്. കാരാപ്പുഴ ഡാം നല്ല കാഴ്ചകളാണ്, ഒട്ടും നഷ്ടമല്ല. 30 രൂപയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ ജീപ്പിൽ സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ഇവിടെ നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ എൻട്രൻസിൽ കണ്ട പോലെ തന്നെ ഉള്ള ഒരു വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ അതീവ രസകരമാണ്. പ്രത്യേകിച്ച് ഡാമിൻ്റെ ആ ക്യാച്ച്മെൻറ്റ് ഏരിയയും പരിസരവും എല്ലാം നമുക്ക് നന്നായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ആ ഡാമിൻ്റെ ഭംഗിയും. ഇതാണ് ഇവിടുത്തെ വാച്ച് ടവറിൽ നിന്നുള്ള കാഴ്ച. ഈ ഡാമിൽ നിന്ന് ഷട്ടർ വഴി വെള്ളം പുറത്തേക്ക് പോകുന്ന ആ നദിയും ഒക്കെ കാണാൻ സാധിക്കും. ഇതാണ് സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് ഞാൻ ചെല്ലുമ്പം മഴയുണ്ട്. ഞാൻ മഴ മാറാൻ നോക്കി നിന്നു. അതെനിക്ക് വിനയായി. കാരണം മഴ ശക്തി ആർജിച്ചു. അന്നേരം സമയം തീരാറായി. അതുകൊണ്ട് ഞാൻ മനസ്സോടെ നിവൃത്തികേട് കൊണ്ട് അതിൽ കയറേണ്ട വന്നു അന്നേരം. കാരണം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയും മഴ ശക്തമാവുമായിരുന്നു. അങ്ങനെ ഞാനും ഇതിൽ കയറി. നമ്മൾ ബാണാസുര സാഗറിലെ സിപ്പ് ലൈനും ഉണ്ട്. അത് ചെറുതാണ്. പക്ഷേ ഇത് വേണ്ട, ഇവിടെയാണ് ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന കാരാപ്പുഴ ഡാമിൻ്റെ. അന്നേരം ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ടെങ്ങും സഞ്ചാരികൾക്ക് നടന്നു വരാൻ അനുവാദമില്ല. അക്വാഡക്റ്റ് ഒക്കെ നമുക്ക് കാണാം. ഇവിടെ നല്ല കുളങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ സഞ്ചാരികൾക്ക് അന്യമായിരിക്കുകയാണ്. ഇത് 2023 ഓണം സമയത്ത് ഞാൻ ചെല്ലുമ്പോഴത്തെയാണ്. അത് കഴിഞ്ഞ് അവർ ഓപ്പൺ ചെയ്തോ എന്ന് എനിക്കറിയില്ല. നല്ല കാഴ്ചകളാണ്. പക്ഷേ ഈ മഴ വന്നതോടെ ഞാൻ എൻ്റെ ക്യാമറ സേഫ് ആക്കാനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടർക്കി ടവൽ വെച്ച് അത് പൊതിഞ്ഞ് പിടിച്ചു. അതുകൊണ്ട് കാഴ്ചകൾ കുറച്ച് മിസ്സായി, നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ എന്നെ ആ മുക്കാൽ ഭാഗത്ത് നിന്ന് പോയ എന്നെ വടവെറിഞ്ഞ് ഇവിടെ കരയ്ക്ക് എത്തിച്ചു. ഒരു 10 മിനിറ്റ് ഞാൻ ഭൂമിക്ക് മേളിൽ ആകാശത്തിന് കീഴായിട്ട് തൂങ്ങിക്കിടന്നു. സേഫായിട്ട് തന്നെയാണ്. സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്, അല്ലാതെ നെഗറ്റീവ് അർത്ഥത്തിൽ പറഞ്ഞതല്ല. ആരും പേടിക്കണ്ട. നല്ലൊരു രസകരമായ അനുഭവമായിരുന്നു. നിങ്ങളും പോവുകയാണെങ്കിൽ ഇതിലൊക്കെ കയറണം.
ഇവിടെ കരിങ്കല്ല് പാകി പുൽത്തകടിയിൽ നമുക്ക് നടക്കാനും അവിടെ പിള്ളേർക്ക് കളികൾ ഒക്കെ നടത്താൻ സൗകര്യമുണ്ട്. ഞാൻ 12 കൊല്ലം സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ട് ടൂറൊക്കെ അന്നേരം എനിക്കായിരുന്നു. അപ്പോൾ ഞാൻ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ അവർക്കൊക്കെ ഇത്തരം ഒത്തിരി കളികൾ അവർക്ക് എൻ്റർടൈൻമെൻറ്റ്സ് സ്ഥലം കിട്ടാതെ വന്നിട്ടുണ്ട് പലയിടത്ത്. പക്ഷെ ഇവിടെ ധാരാളം സ്ഥലമുണ്ട്. അങ്ങനെ ഞാൻ തിരികെ പോരുകയാണ്. വയനാടിൻ്റെ നല്ല ഓർമ്മകൾ, നല്ല കാഴ്ചകൾ എല്ലാം കണ്ട് ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. താങ്ക് യു.